എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ ചെറിയ ഒരു മുള്ളങ്കിയേ ഉള്ളൂ ഇന്ന് ബാക്കി. അത് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ മുള്ളങ്കി നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. മുള്ളങ്കി ചെറിയ പീസസായി കട്ട് ചെയ്തെടുത്തു. ചെറിയ പീസസായി കട്ട് ചെയ്ത മുള്ളങ്കി കുറച്ച് നല്ലെണ്ണയിൽ ഒന്ന് വറുത്തെടുക്കാം. ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം. വല്ലാതെ ബ്രൗൺ കളറൊന്നും ആവണ്ട. ഈ കറിയിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് പരിപ്പ്, ഒരു പിടി പരിപ്പ് വേവിച്ചെടുക്കണം. അല്ലാതെ ഇതിന് അത്ര കൊഴുപ്പുണ്ടാവില്ലല്ലോ ഈ മുള്ളങ്കിക്ക്. ഒരു പിടി പരിപ്പ് വേവിച്ചെടുക്കുക. മുള്ളങ്കി ഒരുവിധം വറുത്തെടുത്തു. അതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി വേണമെങ്കിൽ ചേർത്താൽ മതി, പുളി ഒഴിക്കാനുള്ളതാണ്. എന്നാലും ഒരു തക്കാളി ഇരിക്കട്ടെ. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. എരിവിനാവശ്യമുള്ള മുളക് പൊടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് വഴറ്റൊന്നും വേണ്ട. ഇനി അടുത്തതായി ഇതിലേക്ക് വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അടുത്തതായി ചേർക്കേണ്ടത് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഒന്ന് പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കായം ചേർത്ത് കൊടുക്കുക. കായപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ കായമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മുരിച്ച കായാണ്, അത് ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് നേരം നന്നായിട്ട് അടച്ച് വെച്ച് ഒന്ന് വേവട്ടെ. ഇനി ഈ കറിയിലേക്ക് ചേർക്കാനായിട്ട് ഒരു അര കപ്പ്, അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തേങ്ങ എടുക്കുക. കൂടുതൽ വേണ്ട. ഇതിപ്പോൾ ഏകദേശം ഒരു അര കപ്പുണ്ട്. അര കപ്പ് എടുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക. ജീരകം ഒന്നും ചേർക്കണില്ല. നന്നായി തിളച്ച മുള്ളങ്കിയിലേക്ക് നമ്മൾ അരച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. കുറച്ച് കുറവുണ്ട്, ഉപ്പിടാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളിങ്കറി റെഡിയായി. ഒന്നും കൂടി തിക്കാക്കണമെങ്കിൽ അധികം വെള്ളം ചേർക്കാഞ്ഞാൽ മതി. ഇവിടെ കുറച്ച് ലൂസായിട്ടാണ് ഇഷ്ടം, ഒഴിച്ചു കറിയല്ലേ, അങ്ങനെയാണ് ഇഷ്ടം. അതൊക്കെ നമ്മളുടെ ഇഷ്ടം. കറി റെഡിയായി. ഇനി ഒരു വറവിട്ട് കൊടുക്കുക. കടുക്, കുറച്ച് ഉലുവ, കറിവേപ്പില, ചുവന്ന മുളക് ഒക്കെ ചേർത്തിട്ട് ഒരു വറവിട്ട് കൊടുത്തു. കറി റെഡിയായി. കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുള്ളങ്കി വെച്ചിട്ടുള്ള പുളിങ്കറി റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു ടേസ്റ്റാണ് കിട്ടുക നമുക്ക്.